ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഗോതമ്പാണ്, ഈ ഗോതമ്പ് മാത്രമേ ഉള്ളൂ. തേങ്ങ നമ്മൾ ചമ്മന്തിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ചേർത്താൽ രുചി കൂടും. എങ്കിൽ തൽക്കാലം ഗോതമ്പ് കൊണ്ട് മാത്രം ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് അരച്ച് വെച്ച ശേഷം കാണിക്കുക. ഇത് വെള്ളത്തിൽ തലേന്ന് ഇട്ട് വെച്ചിട്ട് ഇരിക്കുന്ന ഗോതമ്പാണ്. അരച്ചതിന് ശേഷം കാണിക്കാം. ഗോതമ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പിട്ടിളക്കണം, അത് കാണിക്കാം. ഉപ്പിട്ടിളക്കി വെച്ച ശേഷം ദോശ ഉണ്ടാക്കുന്നത് കാണിക്കാം. നമ്മുടെ ദോശയ്ക്കുള്ള മാവരച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഗോതമ്പ് മാത്രമേ അരച്ചിട്ടുള്ളൂ, അതിലേക്ക് തേങ്ങ ചേർത്തിട്ടില്ല. ഗോതമ്പ് ഒറിജിനൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ്. അതിന് നമ്മൾ ദോശക്കല്ല് അടുപ്പ് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഈ ഗോതമ്പ് ദോശ ഒന്ന് ഹെൽത്തി ആക്കുന്നതിന് വേണ്ടി കുറച്ച് സാമ്പാർ ചീര അല്ലെങ്കിൽ കൊഴുപ്പച്ചീര എന്ന് പറയുന്നത് അല്പം മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ ശ്രമിക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇലക്കറികളെല്ലാം തന്നെ വാടിയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ഇതോട് ദോശ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത ദോശയ്ക്ക് നമുക്ക് അല്പം എണ്ണ തടവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇല ഇട്ട് കൊടുത്തൊന്ന് ഹെൽത്തിയാക്കാം. സാമ്പാർ ചീരയാണ്. ഒരു കഷ്ണം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഏത് രീതിയിൽ വേണോ ചെയ്യാം. ഒരു പച്ചക്കറികൾ അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവും. അടച്ച് വയ്ക്കുക. ഒരു 1.5 മിനിറ്റ് ദോശയ്ക്ക് നോക്കാം. വാടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഗോതമ്പ് ദോശ, ഹെൽത്തി ഗോതമ്പ് ദോശ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് ഇത് കൊഴുപ്പച്ചീരയും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഒരു ചട്ടണി പോലെ അരച്ച തേങ്ങ ചമ്മന്തി. ആവശ്യം പോലെ തേങ്ങാ ചട്ടണിയും ചേർത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല അടിപൊളി. എല്ലാവരും ഈ രീതിയിൽ കുറച്ച് ഇലക്കറിക്ക് പകരം പച്ചക്കറികൾ അരിഞ്ഞ് മുകളിൽ ഇട്ടാലും നല്ലതായിരിക്കും. ആ രീതിയിലൊന്ന് ഉണ്ടാക്കി ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് നമുക്ക് ജീവിക്കാം. ഓക്കെ.